ഹലോ എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാനോമീറ്റർ റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ ആൻഡ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ, അപ്പോൾ ഈ രണ്ട് പോർഷനും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. Problem 1. The water is flowing through two different pipes to which an inverted differential manometer having an Euler-specific gravity 0.8 is connected. The pressure head in the pipe A is 2 meters of water. Then find the pressure in the pipe B for the manometer reading as shown in figure. അപ്പോൾ ഓൾറെഡി നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആകുമ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് കാണും. പോയിന്റ് എ ഉണ്ട്, പോയിന്റ് ബി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇനി തന്നിരിക്കുന്നത്. ദി മാനോമീറ്റർ ഹാവിങ് ആൻ ഓയിലർ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ മാനോമെട്രിക് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി ഡെൻസിറ്റി കുറഞ്ഞ ലോ ഡെൻസിറ്റി ലിക്വിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വാട്ടർ തന്നതുകൊണ്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ആണ്. അപ്പോൾ അതിലും കുറഞ്ഞ ഡെൻസിറ്റി ആയിട്ട് വേറൊരു ലിക്വിഡ് ഒരു ഓയിലാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 0.8. അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ദ ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് 800 kg/m³ വരും. അപ്പോൾ ചെറിയ ഡെൻസിറ്റി. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിനകത്ത് വരുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പൈപ്പിൽ കൂടെ പോകുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയേക്കാളും ലോവർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് തന്നിരിക്കുന്നത് ദ പ്രഷർ ഹെഡ് ഇൻ പൈപ്പ് എ ഈസ് 2 meters ഓഫ് വാട്ടർ. എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ അല്ല നമുക്ക് തന്നിരിക്കുന്നത്, പകരം പ്രഷർ ഹെഡ് ആണ്. പ്രഷർ ഹെഡ് ഇൻ പൈപ്പ് എ ഈസ് 2 meters ഓഫ് വാട്ടർ. Then find the pressure in the pipe B. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പി ബി പ്രഷർ, പി ബിയിലെ പ്രഷർ ആണ് തന്നിരിക്കുന്നത്. എയിലെ പ്രഷർ ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രഷർ ഹെഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ആദ്യമേ പി എയിലെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പ്രഷറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താ? പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. അങ്ങനെയാണ് എച്ച് തന്നിട്ടുണ്ടെങ്കിൽ പി എ ബൈ റോ ജി നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും പി എ ബൈ റോ ജി ആണ് നമ്മളുടെ എച്ച് എന്ന് പറയുന്നത്. ആ ടേം നമുക്ക് തന്നിട്ടുണ്ട് 2 meters ഓഫ് വാട്ടർ. അപ്പോൾ ശ്രദ്ധിക്കുക, ദ പ്രഷർ ഹെഡ് അറ്റ് എ, ഹെഡ് ആണുള്ളത്. ഹെഡ് എന്ന് പറയുന്നത് ഒരു ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല എങ്ങനെ എഴുതാം? പി എ ബൈ റോ ജി. ഇതാണ് ഹെഡിൻ്റെ ഫോർമുല. അത് നമുക്ക് തന്നിട്ടുണ്ട് ഇൻ 2 meters ഓഫ് വാട്ടർ. അങ്ങനെയാണ് പി എ കണ്ടുപിടിക്കാം. പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. എച്ചിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ റോ എന്ന് പറയുന്നത് 1000. അപ്പോൾ എ എന്ന് പറയുന്നിടത്ത് ലിക്വിഡ് എന്ന് പറയുന്ന വാട്ടറാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ഇൻറ്റു 9.81 ഇൻറ്റു 2 മീറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ദെൻ വി ക്യാൻ ഗെറ്റ് 19,620 Newton/m² ആണ് നമുക്ക് പി എയിലെ പ്രഷർ കിട്ടുന്നത്. അപ്പോൾ പി എയിലെ പ്രഷർ നമുക്ക് കിട്ടുക, അതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് തന്നേ ഉള്ളൂ. ഹെഡ് തന്നെങ്കിൽ ആ ഹെഡ് വെച്ച് പ്രഷർ കണ്ടുപിടിക്കുക. സിമ്പിൾ ഫോർമുലയാണ്. ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് പി ബി ആണ്. നമുക്ക് പറയാം, നമ്മൾ ആദ്യമേ ഡേറ്റം ലൈൻ വരയ്ക്കുക. ഡേറ്റം ലൈൻ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു, മാനോമീറ്റർ ലിക്വിഡിൻ്റെ അപ്പർ ലെവൽ എവിടാണോ അതാണ് ഇൻവേർട്ടഡ് യൂട്യൂബിനകത്ത്. ലോവർ ലെവലല്ല, അപ്പർ ലെവലാണ് നമ്മളുടെ ഡേറ്റമായിട്ട് എടുക്കുക. ദെൻ ഡേറ്റം എക്സ് നോട്ട് ചെയ്തിട്ട് താഴോട്ട് നോക്കുക. അതിന് താഴെ വരുന്നത് നോക്കുക. താഴെ വരുന്ന ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ ഏതൊക്കെ പ്രഷർ ഉണ്ട്? പ്രഷർ ബിലോ എക്സ് എക്സ് ഇൻ ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു ഇവിടെ പി എ എന്ന് പറയുന്ന പ്രഷർ ഉണ്ട്. അപ്പോൾ പി എ ഇൻവേർട്ടഡ് യൂട്യൂബ് ആകുമ്പോൾ മൈനസ് ചെയ്യുക. പി എ മൈനസ് ഒരു ലിക്വിഡ് ഈ ഭാഗത്തുള്ളൂ. അപ്പോൾ റോ 1 ഇൻറ്റു ജി ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് h1. അപ്പോൾ റോ എന്ന് പറയുന്നത് ഇവിടെ വാട്ടറാണ് കയറിയിരിക്കുന്നത്. വാട്ടറിൻ്റെ ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി 9.81 ഇൻറ്റു എച്ച് നമുക്ക് തന്നിട്ടുണ്ട് 30 cm. അതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 0.3 മീറ്റർ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ലെഫ്റ്റ് സൈഡിൻ്റെ പ്രഷർ കിട്ടും 16,677 Newton/m². അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഒന്നും കൂടെ പറയാം, പി എ മൈനസ് ഈ ഹൈറ്റ് ഓഫ് വാട്ടർ ആണ് നമ്മൾ മൈനസ്. അതിൻ്റെ പ്രഷർ ഇത്ര ഹൈറ്റ് ഓഫ് വാട്ടർ മൂലമുള്ള പ്രഷറാണ് മൈനസ് ചെയ്യേണ്ടത്. ഇൻവേർട്ടഡ് യൂട്യൂബിൽ മൈനസ് ചെയ്യണേ, യൂട്യൂബ് ഡിഫറൻഷ്യൽ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ കണ്ടുപിടിച്ചു. ദെൻ റൈറ്റ് സൈഡ് നോക്കിക്കേ. റൈറ്റ് സൈഡിനകത്ത് എന്തൊക്കെയുണ്ട്? എക്സ് എക്സ്.
പ്രഷർ ബിലോ XX ഇൻ ദ റൈറ്റ് ലിംബ്. റൈറ്റ് ലിംബിനകത്ത് നമുക്ക് PB എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. പിന്നെ ബിയിൽ നിന്നും കുറച്ച് ലിക്വിഡ്, അതിൻ്റെ വാട്ടർ കയറിയ ഒരു ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ഉണ്ട്. ദെൻ മാനോമീറ്റർ ലിക്വിഡ് 12 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പം രണ്ട് ഹൈറ്റും ഒരു പ്രഷറുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളുടെ ഇക്വേഷൻ PB മൈനസ് വാട്ടർ മൂലമുള്ള പ്രഷർ എന്ന് പറയുന്നത് 1000 ഇൻറ്റു 9.8 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 0.1 മീറ്റർ ആണ്. 10 സെൻറ്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.1 മീറ്റർ. ദെൻ മൈനസ് മാനോമീറ്റർ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി 800 ഇൻറ്റു 9.81 ഇൻറ്റു 0.12. എല്ലാത്തിനെയും മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ PBയിൽ ടേമിൽ നമുക്ക് റൈറ്റ് സൈഡിൻ്റെ കിട്ടും. PB മൈനസ് 1922.76 ആണ് റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. ദെൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ദ പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ്. ലെഫ്റ്റ് ലിംബ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. റൈറ്റ് ലിംബിൻ്റെ PBയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അത് അതുപോലെ എഴുതുക. ദെൻ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ PB ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ രണ്ടും പോസിറ്റീവ് വാല്യൂ ആവും. ദെൻ വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് PB ഈസ് ഈക്വൽ ടു 18599.76 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലോട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ 10⁴ ചെയ്താൽ മതി. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അത് ചെയ്യുമ്പോൾ 1.8599 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രോബ്ലം. സിമ്പിൾ പ്രോബ്ലം ആണ്. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. ഡേറ്റം വരയ്ക്കുമ്പോൾ നമ്മൾ അപ്പർ ലെവലിലാണ് നോക്കേണ്ടത്. ദെൻ പ്രഷേഴ്സ് മൈനസ് ആണ് ചെയ്യേണ്ടത്. At the next problem, in figure, an inverter differential manometer is connected to two pipes A and B which convey water. The fluid in manometer is Euler specific gravity 0.8. For the manometer reading shown in the figure, find the pressure difference between A and B. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പ്രഷർ ഡിഫറൻസ് ആണ്. PA മൈനസ് PB അല്ലെ PB മൈനസ് PA. രണ്ടിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഇൻവേർട്ടഡ് യൂട്യൂബാണ്. 2 പോയിന്റ് ഉണ്ട്. രണ്ടിലും വാട്ടറാണ് ക്യാരി ചെയ്തിരിക്കുന്നത്. മാനോമീറ്റർ ലിക്വിഡിൻ്റെ വാട്ടറിൻ്റെ ഹൈറ്റ് മാനോമീറ്റർ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.8 ആണ്. പിന്നെ ബാക്കി റീഡിംഗ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ച് ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ρS അവിടുത്തെ മാനോമീറ്റർ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഈസ് 800 kg/m³ ആണ് വരുന്നത്. ദെൻ നമുക്ക് ഡേറ്റ വരയ്ക്കാം. ഡേറ്റ അപ്പർ ലെവൽ വെച്ച് XX എന്ന് പറയുന്ന ഡേറ്റ വരയ്ക്കാം. അതിൻ്റെ താഴോട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് തന്നിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് A എന്ന് പറയുന്ന പോയിന്റ് പൈപ്പും ആ മാനോമീറ്റർ ലെഫ്റ്റ് സൈഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ Aയും Bയും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ റൈറ്റ് സൈഡിനകത്ത് Bയും അവിടുത്തെ മാനോമീറ്റർ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ മാനോമീറ്റർ ലിക്വിഡിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അത് നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ എന്ന് പറയുന്നത് 50 ഉണ്ട്. 50 മൈനസ് 30 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാനോമീറ്റർ ലിക്വിഡിൻ്റെ ഹൈറ്റ് കിട്ടും. ദാറ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ ഇവിടെ കിട്ടും. സിമ്പിളാണ്. നോക്കി, ടോട്ടൽ 30 + 20 എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ അതിൽ നിന്ന് 30 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഓയിൽ ഇൻ ദ 2 ലിംബ്. 2 ലിംബും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഓയിലിൻ്റെ ഡിഫറൻസ് ആണ് 20 സെൻറ്റിമീറ്റർ. അത്രയും കാര്യമുള്ളൂ നമുക്ക് തരാതിരിക്കുന്നത്. അത് നമുക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മളുടെ ഇക്വേഷനിലോട്ട് പോകാം. ഡേറ്റം XX നമ്മൾ കൺസിഡർ ചെയ്തു. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ അവിടെ ഏതൊക്കെയുണ്ട്? PA മൈനസ് എത്ര ഹൈറ്റ് ഓഫ് വാട്ടർ ഉണ്ട്? 30 സെൻറ്റിമീറ്റർ. അപ്പോൾ PA മൈനസ് 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.3 ഉണ്ട്. ഇവിടെ ഒരു 0.3 മിസ് ചെയ്തിട്ടുണ്ട്. 0.3 ഉണ്ട്. ദെൻ നമുക്ക് കിട്ടും PA മൈനസ് 2943 ഇവിടെ കിട്ടും. ദെൻ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ പോയിന്റ് PB ആണ്. PB മൈനസ് പിന്നെ ഇവിടുത്തെ വാട്ടർ മൂലമുള്ള ഹൈറ്റ് 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.3 പിന്നെ മൈനസ് മാനോമെട്രിക് ലിക്വിഡ് 800 ഇൻറ്റു 9.8 ഇൻറ്റു 0.2 20 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ചോദിച്ചിരിക്കുന്നത് PA മൈനസ് PB ആണ്. അപ്പോൾ ആ ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക, ബാക്കി ടേമിനെല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ PA മൈനസ് PB എന്ന് പറയുന്നത്
പി എ മൈനസ് പി ബി എന്ന് പറയുന്നത് മൈനസ് വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് പി ബി മൈനസ് പി എ എന്ന ടേമിലോട്ട് എഴുതാം. പോസിറ്റീവ് വാല്യൂ കിട്ടാനാണ് പി ബി മൈനസ് പി എ എന്ന് എഴുതിയേക്കുന്നത്. ദെൻ വി ഗെറ്റ് ദ ആൻസർ 1569.6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നോട്ടിൽ കംപ്ലീറ്റ് ചെയ്ത് തരാം. ഇവിടെ 0.3 ആണ്. പി എ മൈനസ് 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.3. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററിൻ്റെ പ്രോബ്ലംസ്.